ഹായ് ഗായ്സ്, പ്രൊക്കാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കൽ എങ്ങനെ ഒഴിവാക്കാം? ദിസ് ഈസ് മീ സൗമ്യ, ലൈഫ് കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഓൾ ആർ വെൽക്കം ടു ഫീൽ ബെറ്റർ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്ന ചില വാക്കുകളുണ്ട്. നാളെ ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, സമയം കിട്ടുമ്പോൾ ചെയ്യാം എന്നൊക്കെ. പക്ഷെ പലപ്പോഴും ആ നാളെ നമുക്ക് വരാറില്ല എന്നതാണ് സത്യം. നമ്മുടെ ലക്ഷ്യങ്ങൾക്കും വിജയങ്ങൾക്കും തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് പ്രൊക്കാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കൽ. എന്താണ് നീട്ടിവെക്കൽ അല്ലെങ്കിൽ പ്രൊക്കാസ്റ്റിനേഷൻ? നമുക്കൊന്ന് നോക്കാം. നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സമയത്ത് ചെയ്യാതെ മാറ്റിവെക്കുന്നതാണ് നീട്ടിവെക്കൽ അല്ലെങ്കിൽ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ: പഠിക്കുന്നത് മാറ്റിവെക്കുക, വ്യായാമം തുടങ്ങുന്നത് മാറ്റിവെക്കുക, പുതിയ കഴിവുകൾ പഠിക്കാൻ തുടങ്ങുന്നത് മാറ്റിവെക്കുക, പ്രധാനപ്പെട്ട ജോലികൾ അവസാന നിമിഷം വരെ കാത്തിരിക്കുക. നീട്ടിവെക്കൽ എന്ന് പറയുന്നത് മടിയല്ല, മറിച്ച് നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പ്രൊക്കാസ്റ്റിനേഷൻ അല്ലെങ്കിൽ നീട്ടിവെക്കൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ നീട്ടിവെക്കുന്നത്? നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. 1. പരാജയത്തെക്കുറിച്ചുള്ള ഭയം. ഞാനിത് ശരിയായി ചെയ്യുമോ, എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്ന ചിന്തകൾ കാരണം നമ്മൾ ഒന്നും തുടങ്ങാതെ ഇരിക്കും. അത് പരിഹരിക്കാനായി പെർഫെക്റ്റ് ആവാൻ കാത്തിരിക്കരുത്. എന്ത് കാര്യവും തുടങ്ങുക, പിന്നീട് പതുക്കെ പതുക്കെ പെർഫെക്റ്റ് ആയിക്കോളും. 2. അത് വലിയ ജോലിയായി തോന്നുന്നത്. ഒരു വലിയ പ്രൊജക്റ്റ് കണ്ടാൽ അത് വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നതൊക്കെ നമുക്ക് നീട്ടിവെക്കാൻ തോന്നും. അത് പരിഹരിക്കാനായി വലിയ കാര്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുക. ഉദാഹരണത്തിന്, ഒരു പുസ്തകം ഇന്ന് വായിക്കണം എന്നതിന് പകരം ആ പുസ്തകത്തിൻ്റെ 10 പേജ് ഇന്ന് വായിച്ചിട്ട് നാളെ 10 പേജ് വായിക്കാം എന്ന് തീരുമാനിക്കുക. 3. വ്യക്തമായ ലക്ഷ്യമില്ലാത്തത്. എന്ത് ചെയ്യണമെന്ന വ്യക്തത ഇല്ലെങ്കിൽ നമ്മൾ സമയം പാഴാക്കും. അത് പരിഹരിക്കാനായി വ്യക്തമായ ലക്ഷ്യം എഴുതി വയ്ക്കുക. 4. അമിതമായ മൊബൈൽ ഉപയോഗവും സോഷ്യൽ മീഡിയ ഉപയോഗവും. അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് സമയം നമ്മളുടെ നഷ്ടമാവും. അത് പരിഹരിക്കാനായി ജോലി ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ മാറ്റിവെക്കുക. നമ്മുടെ നീട്ടിവെക്കുന്ന സ്വഭാവം മാറ്റാനായിട്ടുള്ള കുറച്ച് മാർഗങ്ങൾ നമുക്ക് നോക്കാം. 1. 5 മിനിറ്റ് റൂൾ. ഒരു ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ജോലി വെറും 5 മിനിറ്റ് മാത്രം ചെയ്യാമെന്ന് തീരുമാനിക്കുക. ജോലി തുടങ്ങിയാൽ പിന്നെ തുടരാൻ വളരെ എളുപ്പമായിരിക്കും. 2. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. രാവിലെ തന്നെ നമ്മൾ അന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുക. എക്സസൈസ്, ജോലി, പഠന സമയം, കുടുംബസമയം എന്നിങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കുക. ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഒരു ദിവസം ചെയ്യണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും. അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. 3. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആദ്യം ചെയ്യുക. രാവിലെ നമ്മുടെ മനസ്സ് വളരെ ഉന്മേഷമുള്ള സമയമാണ്. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആദ്യം പൂർത്തിയാക്കുക. 4. സമയം നിയന്ത്രിക്കുക. ടൈം ബ്ലോക്കിംഗ് എന്ന രീതി ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, രാവിലെ 6 മണി മുതൽ 7 മണി വരെ എക്സസൈസ്, രാവിലെ 10 മണി മുതൽ ഉച്ച 1 മണി വരെ ജോലി, രാത്രി 8 മണി മുതൽ 10 മണി വരെ പഠനം. ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുക. ഒരു ചെറിയ ജോലി പൂർത്തിയാക്കിയാലും സ്വയം അഭിനന്ദിക്കുക. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇത് ഉപകരിക്കും. 6. സ്വയം ചോദിക്കുക. ഈ ജോലി ഞാൻ ഇപ്പോൾ ചെയ്യാത്തതിൻ്റെ വില എന്താണ്? നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രവർത്തിക്കാനുള്ള പ്രചോദനം ലഭിക്കും. 7. നല്ല ശീലം വളർത്തുക. ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ദിവസം ചെയ്യുമ്പോൾ അത് നല്ല ശീലമാകും. വിജയം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. നമുക്ക് നീട്ടിവെക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ കഥ കേൾക്കാം. 2 വ്യക്തികൾ മരം നടാൻ തീരുമാനിച്ചു. മരം നടുന്ന നേരത്ത് ഒരു വ്യക്തി പറഞ്ഞു, മരം നാളെ നടാം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ മറ്റേയാളാകട്ടെ അന്ന് തന്നെ ഒരു മരം നട്ടു. കാലം കഴിഞ്ഞപ്പോൾ മരം നട്ട ആളുടെ മരം വലിയ മരമായി. എന്നാൽ മറ്റേയാളാകട്ടെ മരം നട്ടതുമില്ല. ഇതിലെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, ആരംഭിക്കാൻ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്, ഈ സമയമാണ്. നീട്ടിവെക്കൽ നമ്മുടെ സ്വപ്നങ്ങളെ വൈകിപ്പിക്കുന്ന ഒരു ശീലമാണ്. ഓർക്കുക, നാളെ തുടങ്ങാം എന്ന ചിന്ത മാറ്റി ഇന്ന് ഒരു ചെറിയ ചുവടുവെപ്പ് എടുക്കുക. ചെറിയ പ്രവർത്തനങ്ങൾ ചേർന്നാണ് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായി ഇന്ന് തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങൂ.
നിങ്ങൾക്ക് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റാനായി ഫീൽ ബെറ്ററിൻ്റെ 30 ഡേയ്സ് ലൈഫ് കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യൂ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് ഗ്രോ ടുഗദർ.